ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലോകപ്രശസ്തനായ നാടകകൃത്ത് വില്യം ഷേക്സ്പിയർ എഴുതിയ ദ 7 ഏജസ് ഓഫ് മാൻ മനുഷ്യന്റെ 7 പ്രായങ്ങൾ എന്ന മനോഹരമായ കവിതയാണ്. അദ്ദേഹത്തിന്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന പ്രശസ്തമായ നാടകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് കടന്നുപോകുന്ന 7 വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ചാണ് ഷേക്സ്പിയർ ഇതിൽ പറയുന്നത്. ഈ ലോകത്തെ ഒരു വലിയ നാടകവേദിയായും നമ്മളെയെല്ലാം അതിലെ അഭിനേതാക്കളായുമാണ് അദ്ദേഹം ഉപമിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. All the world's a stage. ഈ ലോകം ഒരു വലിയ നാടകവേദിയാണ്. And all the men and women merely players. അതിലെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും വെറും അഭിനേതാക്കൾ മാത്രമാണ്. They have their exits and their entrances. അവർക്കെല്ലാം ഈ വേദിയിലേക്ക് വരാനും ഇവിടെ നിന്ന് പോകാനും നിശ്ചിത സമയമുണ്ട്. And one man in his time plays many parts. ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ഒട്ടനവധി വേഷങ്ങൾ കെട്ടിയാടുന്നു. His acts being 7 ages. അവന്റെ ആ വേഷങ്ങളെ 7 പ്രായങ്ങളായി തിരിക്കാം. At first the infant. ഒന്നാമത്തെ ഘട്ടം ഒരു കൊച്ചുകുട്ടിയാണ്. Mewling and puking in the nurse's arms. നഴ്സിന്റെ കയ്യിലിരുന്ന് കരയുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്ന പ്രായം. And then the whining schoolboy with his satchel. അതിനുശേഷം തന്റെ സ്കൂൾ ബാഗും തൂക്കി പരാതികൾ പറയുന്ന സ്കൂൾ കുട്ടി വരുന്നു. And shining morning face creeping like snail. രാവിലെ തിളങ്ങുന്ന മുഖവുമായി ഒരു ഒച്ചിനെപ്പോലെ വളരെ മെല്ലെ ഇഴഞ്ഞു നീങ്ങുന്നു. Unwillingly to school. ഒട്ടും താൽപ്പര്യമില്ലാതെയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. And then the lover. അതിനുശേഷം കാമുകന്റെ വേഷമാണ്. Sighing like furnace with a woeful ballad. ചൂള പോലെ നെടുവീർപ്പിട്ടുകൊണ്ട് സങ്കടം നിറഞ്ഞ പാട്ടുകൾ അവൻ പാടുന്നു. Made to his mistress eyebrow. തന്റെ കാമുകിയുടെ പുരികഭംഗിയെ വർണ്ണിച്ചുകൊണ്ട് അവൻ പാട്ടുകളുണ്ടാക്കുന്നു. Then a soldier. പിന്നീടവൻ ഒരു പടയാളിയായി മാറുന്നു. Full of strange oaths and bearded like the pard. വിചിത്രമായ പ്രതിജ്ഞകളെടുക്കുന്ന പുള്ളിപ്പുലിയെപ്പോലെ താടിയുള്ള പടയാളി. Jealous in honor, sudden and quick in quarrel. മാനഹാനി വന്നാൽ സഹിക്കാത്തവനും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വഴക്കിനു പോകുന്നവനും. Seeking the bubble reputation. കുമിള പോലെ നിമിഷനേരം മാത്രം നിലനിൽക്കുന്ന പ്രശസ്തി തേടുന്നു. Even in the cannon's mouth. പീരങ്കിക്ക് മുന്നിൽ പോലും ചാടി വീഴാൻ മടിക്കാത്തവനുമായി അവൻ മാറുന്നു. And then the justice. അടുത്തതായി അവനൊരു ന്യായാധിപന്റെ വേഷം കെട്ടുന്നു. In fair round belly with good cape and lind. കോഴിയിറച്ചി പോലുള്ള നല്ല ഭക്ഷണം കഴിച്ച് തടിച്ചു കൊഴുത്ത വയറുള്ള ന്യായാധിപൻ. With eyes severe and beard of formal cut. ഗൗരവമുള്ള കണ്ണുകളും മാന്യമായ രീതിയിൽ വെട്ടിയൊതുക്കിയ താടിയുള്ളവൻ. Full of wise saws and modern instances. പഴഞ്ചൊല്ലുകളും ആധുനിക ഉദാഹരണങ്ങളും നിറഞ്ഞ ജ്ഞാനം വിളമ്പുന്നവൻ. And so he plays his part. അങ്ങനെ അവൻ ആ വേഷവും ഭംഗിയായി പൂർത്തിയാക്കുന്നു. The sixth stage. Shifts. 6ാമത്തെ ഘട്ടത്തിലേക്ക് പ്രായം മാറുന്നു. Into the lean and slippered pantaloon. ഇവിടെ അവൻ മെലിഞ്ഞ് സ്ലിപ്പറുകൾ ധരിച്ച ഒരു വൃദ്ധനായി മാറുന്നു. With spectacles on nose and pouch on side. മൂക്കിൽ കണ്ണടയും അരയിലൊരു ചെറിയ പണസഞ്ചിയുമായി അവൻ നടക്കുന്നു. His youthful horse, well saved, a world too wide. യൗവനകാലത്ത് സൂക്ഷിച്ചുവച്ച ഇറുകിയ വസ്ത്രങ്ങൾ ഇപ്പോഴവൻ ഒട്ടും പാകമാകാതെ കിടക്കുന്നു. For his shrunk shank and his big manly voice. കാരണം അവന്റെ കാലുകൾ അത്രത്തോളം മെലിഞ്ഞുപോയി. അവന്റെ ആൺഗാംഭീര്യമുള്ള ശബ്ദം. Turning again toward childish treble, pipes. കുട്ടികളുടെ കിരുകിരുപ്പുള്ള ശബ്ദം പോലെയായി മാറുന്നു. And whistles in his sound. സംസാരിക്കുമ്പോൾ വിസിലടിക്കുന്നതുപോലെയുള്ള ശബ്ദമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ. ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ രംഗം. That ends this strange eventful history. സംഭവബഹുലമായ ഈ വിചിത്ര ജീവിത ചരിത്രത്തിന് വിരാമമിടുന്ന ഘട്ടം. ഈ സെക്കൻഡ് ചൈൽഡിഷ്നസ് ആൻഡ് മിയർ ഒബ്ലിവിയൻ. അത് രണ്ടാമതൊരു കുട്ടിക്കാലവും തികഞ്ഞ വിസ്മൃതിയുമാണ്. സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവ്രിഥിങ്. പല്ലുകളില്ലാതെ, കാഴ്ചയില്ലാതെ, രുചിയില്ലാതെ, ഒന്നുമില്ലാതെ അവൻ അവസാന ശ്വാസമെടുക്കുന്നു. കുട്ടികളെ,
ഇതോടെ നമ്മുടെ പാഠഭാഗം മുഴുവൻ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.